ഞാനൊരു 4 ദിവസം മുന്നേ ഒരു ദേശമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് റഫറിക്കാൻ പോയിരുന്നു. അപ്പോൾ അവരുമായി ദീർഘകാലത്തെ പരിചയമുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് റഫറിക്കാൻ പോയതാണ്. പക്ഷേ ഒരു നാട്ടിലത്തെ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലുള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ട് 6 ടീമാക്കിയിട്ടുള്ള ഒരു ലീഗാണ് അവർ നടത്തിയത്. പക്ഷെ എന്താ പറയാ, ഞാൻ ആ മാച്ച് ഓരോ മാച്ച് വിസിറ്റ് ചെയ്യുമ്പോഴും ഓരോ 6 ടീമും നല്ല നല്ല ടീമുകൾ ഒക്കെ 9ലും 10ലും പ്ലസ് വണ്ണിലൊക്കെ പഠിക്കണ അടിപൊളി അടിപൊളി പ്ലേയേഴ്സ്. അപ്പോൾ ഞാൻ ചില പ്ലേയേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ, ഞാൻ ഡിഗ്രിക്കൊക്കെ ചേർക്കാൻ നമ്മളെ കോളേജിൽ കൊണ്ടുവരാമെന്ന് വെച്ച് ചോദിച്ചപ്പോൾ, അപ്പോൾ അവരൊക്കെ പ്ലസ് വണ്ണൊക്കെ പഠിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ്. ഒരു 2 കിലോ ഞാൻ അവരോട് ചോദിച്ചത് പഞ്ചായത്തിൻ്റെ മൊത്തത്തിൽ പഞ്ചായത്താണോ? അല്ല, ദേശമംഗലം പഞ്ചായത്തല്ല, അവർ ആ 2 കിലോമീറ്റർ ഉള്ളിലാണ് പറഞ്ഞു. എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ള ഒരു നാട്ടിലെ അടിപൊളി പ്ലേയേഴ്സ് ഉള്ള ഒരു ലീഗ്. നമ്മളെ അടിപിടിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് വളരെ കോമ്പറ്റീവ് ഫൈറ്റ് ചെയ്തുള്ള മാച്ച് നടക്കുന്ന ഒരു ലീഗാണത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ആ സംഘാടനയാണ്. അവരത് അടിപൊളിയായിട്ട് നടത്തി. ശനിയാഴ്ച 9 കളി, അങ്ങനെ ഞായറാഴ്ച 9 കളി, പിന്നെ പിറ്റത്തെ ആഴ്ച ഫൈനൽ. അങ്ങനത്തെ ഒരു വളരെ മനോഹരമായിട്ട് അവർ നടത്തിയത് അത്. കാരണം അതിലെന്തായാലും പ്രശംസ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അവരോടത് കഴിഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യങ്ങൾ, ഒരു ക്യാമ്പോ കാര്യങ്ങളോ എന്തെങ്കിലും വെക്കണം. ആദ്യം ഒരു കോച്ചിനെ വിളിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഒരുപാട് സീനിയർ പ്ലേയേഴ്സ് ഉണ്ട്, അവരെ വെച്ചിട്ട് ഒരു ക്യാമ്പ് നടത്തണം. കാരണം ഒരുപാട് യങ് പ്ലേയേഴ്സ് ഉണ്ട്, നല്ല നല്ല കളിക്കുന്ന ചെക്കന്മാർ. അപ്പോൾ അവരെ വെച്ചിട്ട് നല്ലൊരു ടീം ഉണ്ടാക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ടീം ഉണ്ടാവും. അത് ചില സ്ഥലങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് അങ്ങനത്തെ ഒരു സ്ഥലം ഞാൻ കുറേ കാലമായിട്ട് ഒരു മനസ്സിൽ വിചാരിക്കുന്ന സ്ഥലം. ആ ഒരു സ്ഥലത്ത് എന്നും നല്ല നല്ല പ്ലേയേഴ്സ് എപ്പോഴും വരും. പുതിയ പ്ലേയേഴ്സ്, കുറച്ച് ചില പ്ലേയേഴ്സ് മാത്രമേ നിൽക്കുള്ളൂ. പക്ഷേ അവിടെ എല്ലാ പ്ലേയേഴ്സും നിലനിൽക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്ലേയേഴ്സ് ഹബ്ബ് പോലെ അത്രയധികം പ്ലേയേഴ്സിനാണ് നാട്ടിൽ. അവർ ചില നാടിനൊരു ഇതുണ്ടല്ലോ, ഫുട്ബോളിൻ്റെ ഒരു പാരമ്പര്യം, അതുപോലത്തെ ഒരു നാടാണത്. താങ്ക് യു വെരി മച്ച്. എന്തായാലും ആ പ്ലേയേഴ്സിനെല്ലാവരും അവരെ മാനേജ്മെൻറ്റ് നാട്ടുകാരാണെങ്കിലും ക്യാമ്പ് കാര്യങ്ങൾ ഉന്നത നിലയിൽ എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു വെരി മച്ച്.